16ാം കേരള നിയമസഭയുടെ നാഥനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത മുഴുവൻ UDF അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് വിജയം. നിയമസഭയിലെ ദീർഘകാല പരിചയം തിരുവഞ്ചൂരിന് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി തിരുവഞ്ചൂർ മാറരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഉപദേശം. ശ്രീ BB ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. വോട്ട് ചെയ്യാതിരുന്ന പ്രോടൈം സ്പീക്കർ G സുധാകരൻ ഒഴികെ UDF നിരയിലെ 101 വോട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35ഉം BJPയുടെ BB ഗോപകുമാർ 3 വോട്ടും നേടി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈസ് ഡിക്ലെയർഡ് ഇലക്ടഡ് as Speaker of 16th Kerala Legislative Assembly. പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചിരുത്തി. നിയമസഭയ്ക്ക് അകത്തും പുറത്തും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നയാളാണെന്ന് തിരുവഞ്ചൂരിന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ഞങ്ങളെല്ലാം നിയമസഭാ സാമാജികരായി ഈ സഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടും സാധാരണക്കാരോടും എല്ലാ വിഭാഗം ജനങ്ങളോടും അവരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഞങ്ങളുടെ എല്ലാം മോഡൽ അദ്ദേഹമായിരുന്നു എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ പൊതുവായ അന്തസ്സ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച അംഗമാണ് തിരുവഞ്ചൂരെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കർക്ക് ഒരു ഉപദേശവും നൽകി. സ്പീക്കർ സഭയുടെ കളക്റ്റീവ് വോയിസിൻ്റെ വക്താവാകുന്നത് അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് കൂടി കൗളും ശാക്തറും അടിവരയിടുന്നുണ്ട്. പുതിയ MLA-മാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത്. നിർഭയമായി അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് പുതിയ സ്പീക്കറുടെ ഉറപ്പ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സ്പീക്കറുടെ ഓഫീസിലെത്തി തിരുവഞ്ചൂർ ചുമതലയേറ്റു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുൻപ് മുതിർന്ന നേതാവ് AK ആന്റണിയുമായി തിരുവഞ്ചൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും സ്പീക്കർ ജനകീയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസംബ്ലിക്കകത്ത് നല്ല സ്പീക്കർ, നല്ല ജനകീയ സ്പീക്കർ, ഈ രണ്ട് നിലയിലും തിരുവഞ്ചൂർ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പീക്കറായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. പുതുപ്പള്ളി ഹൗസിലെത്തി ചാണ്ടിയുമ്മനെയും തിരുവനന്തപുരത്തെ വസതിയിലെത്തി മുൻ സ്പീക്കർ G കാർത്തികേയന്റെ കുടുംബത്തെയും തിരുവഞ്ചൂർ കണ്ടിരുന്നു. ജൂൺ 2-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇനി നിയമസഭ ചേരുന്ന മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.